ഈ പറയുന്ന വാനിലെ കൂടെ ഇൻഫിനിറ്റി ഗാലറ്റും അതിലുള്ള ഇൻഫിനിറ്റി സ്റ്റോൺസും താനോസിന് എത്തിപ്പിടിക്കാൻ പറ്റാത്തതുപോലെയുള്ള ഏതെങ്കിലും സമയത്തേക്കോ സ്ഥലത്തേക്കോ അയക്കാനാണ് ഇപ്പൊ അവരുടെ മുന്നിൽ അതേ വഴിയുള്ളൂ. ക്യാപ്റ്റൻ മാർവൽ വാനിന്റെ അടുത്ത് എത്താറായി. പക്ഷെ അപ്പോഴാണ് താനോസിന്റെ മാരകമായിട്ടുള്ള അതായത് എല്ലാവരുടെയും പ്ലാൻ ഈ പറയുന്ന വാനിലെ ക്വാണ്ടം ടണലിൽ കൂടെ ഇൻഫിനിറ്റി ഗാലറ്റും അതിലുള്ള ഇൻഫിനിറ്റി സ്റ്റോൺസും താനോസിന് എത്തിപ്പിടിക്കാൻ പറ്റാത്തതുപോലെയുള്ള ഏതെങ്കിലും സമയത്തേക്കോ സ്ഥലത്തേക്കോ അയക്കാനാണ് ഇപ്പൊ അവരുടെ മുന്നിൽ അതേ വഴിയുള്ളൂ. ക്യാപ്റ്റൻ മാർവൽ വാനിന്റെ അടുത്ത് എത്താറായി. പക്ഷെ അപ്പോഴാണ് താനോസിന്റെ മാരകമായിട്ടുള്ള നീക്കം. താനോസ് അയാളുടെ ഇരുതലമൂർച്ചയുള്ള പടവാളെടുത്ത് വാൻ നോക്കി ഒരൊറ്റ ഏറ് അത് ചെന്ന് കൊണ്ടതും വാനിന്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ആ ക്വാണ്ടം ടണലും പോയി. ഇനി ഇവരെന്ത് ചെയ്യും? ആ ശക്തിയിൽ ക്യാപ്റ്റൻ മാർവൽ ദൂരേക്ക് തെറിച്ചുപോയി. അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് ഇൻഫിനിറ്റി ഗാലറ്റ് താഴെ വീഴുകയാണ്. അത് കണ്ട ഉടനെ താനോസ് അതെടുക്കാൻ വേണ്ടി ഓടി വരുന്നു. പക്ഷെ ഭാഗ്യത്തിന് തൊട്ടടുത്ത് ടോണി സ്റ്റാർക്ക് ഉണ്ടായിരുന്നു. ടോണി താനോസിന് അത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ താനോസ് ടോണിയെ തട്ടിത്തെറിപ്പിച്ചു. വീണ്ടും അതെടുക്കാൻ വരുന്ന താനോസിനെ തോർ തടയുകയാണ്. തോർ സ്റ്റോം ബ്രേക്കറും മ്യോൾനിയറും രണ്ടും എടുത്തിട്ടാണ് താനോസിനെ തടയാൻ നോക്കുന്നത്. പിന്നിക്കൂടെ ക്യാപ്റ്റനും ചാടി വന്ന് താനോസിനെ പിടിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. താനോസ് തോറിനെ അടിച്ചു തെറിപ്പിക്കുന്നു. എന്നിട്ട് ക്യാപ്റ്റനെ പിടിച്ച് ഒടുക്കത്തെ ഒരു ഇടി പിടിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ മരിച്ചെന്നാണ് ഞാൻ കരുതിയത്. വീണ്ടും അതെടുക്കാൻ താനോസ് വരികയാണ്. അവൻ ഇൻഫിനിറ്റി ഗാലറ്റ് കയ്യിലെടുത്തു. പക്ഷെ ക്യാപ്റ്റൻ മാർവൽ പറന്നു വന്നു താനോസിനെ മുട്ടിനിട്ട് തന്നെ നല്ല ചവിട്ട് കൊടുത്തു. ആദ്യം കുറച്ച് പതറിപ്പോയെങ്കിലും താനോസ് ക്യാപ്റ്റൻ മാർവലിനെ പിടിച്ച് ദൂരേക്ക് ഒറ്റ ഏറ് കൊടുത്തു. അവൾ ദൂരേക്ക് പോയതോടെ താനോസിനെ തടയാൻ മറ്റാരും ഇല്ലാതെയായി. അങ്ങനെ അയാൾ വീണ്ടും ആ നാനോ ഗാലറ്റ് അയാളുടെ കയ്യിലിടുകയാണ്. 6 ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പവറും താനോസിന് അറിയാൻ സാധിച്ചു. താനോസ് തന്റെ മനസ്സിലെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി വിരൽ ഞൊടിക്കാൻ പോവുകയാണ്. പക്ഷെ ക്യാപ്റ്റൻ മാർവൽ നേരെ പാഞ്ഞു വന്ന് ആ ഗാലറ്റിൽ തന്നെ പിടിക്കുകയാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും താനോസിന്റെ കയ്യിൽ നിന്ന് ആ ഗാലറ്റ് ഊരിയെടുക്കാൻ ക്യാപ്റ്റൻ മാർവലിന് പറ്റുന്നില്ല. താനോസ് അയാളുടെ തല കൊണ്ട് ക്യാപ്റ്റൻ മാർവലിനെ അടിച്ചു തെറിപ്പിക്കാൻ നോക്കി. പക്ഷെ അയാൾ ഞെട്ടിപ്പോയി. ഒരു സെന്റിമീറ്റർ പോലും ക്യാപ്റ്റൻ മാർവൽ അനങ്ങിയില്ല. ഇവളാള് പുലിയാണെന്നുള്ള കാര്യം താനോസിന് മനസ്സിലായി. ക്യാപ്റ്റൻ മാർവൽ താനോസിനെ അടിക്കാൻ വേണ്ടി നേരെ മുകളിലേക്ക് പൊങ്ങുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് താനോസിന് മനസ്സിലായി. അയാൾ നേരെ ഗാനുലറ്റിലുള്ള പവർ സ്റ്റോൺ മാത്രം ഊരിയെടുത്ത് ഒരു കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ക്യാപ്റ്റൻ മാർവലിന് ഒറ്റയിടി. ആ ഇടിയിൽ ക്യാപ്റ്റൻ മാർവൽ ദൂരേക്ക് തെറിച്ചുപോയി. കാരണം പവർ സ്റ്റോൺ മാത്രമായിട്ട് വരുമ്പോൾ അതിന്റെ പവർ ഒന്ന് വേറെ തന്നെയാണ്. ഇനി താനോസിനെ തടയാൻ ആരുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടോണി ഡോക്ടർ സ്ട്രേഞ്ചിനെ നോക്കുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് ടോണിയെ തന്നെ കുറച്ചു നേരം സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഒന്ന് എന്ന് കാണിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ടോണിക്ക് നന്നായിട്ട് മനസ്സിലായി. ടോണി ചോദിച്ചതുപോലെ ആ ഒരു സാധ്യത, ഇവർ ജയിക്കുന്ന ആ ഭാവി, അതിത് തന്നെയാണെന്നാണ് ഡോക്ടർ സ്ട്രേഞ്ച് അർത്ഥമാക്കുന്നത്. അത് മാത്രമല്ല, ആ ഒരു സാധ്യത ഇപ്പൊ നടക്കണമെങ്കിൽ, ഇവർ ജയിക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു അവസരവും ഇതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ടോണിക്ക് നന്നായിട്ട് മനസ്സിലായി. പവർ സ്റ്റോൺ വീണ്ടും താനോസ് ഗാലറ്റിലേക്ക് തിരിച്ചു വെക്കുകയാണ്. അങ്ങനെ എല്ലാ പവറും ഒത്തുചേർന്നപ്പോൾ അയാളുടെ മഹത്തായ ലക്ഷ്യം, അതായത് പണ്ടത്തെ ലക്ഷ്യമല്ല, യൂണിവേഴ്സിനെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള ലക്ഷ്യം വീണ്ടും നടത്താൻ പോവുകയാണ്. അയാൾ സ്നാപ്പ് ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തുന്നു. ക്യാപ്റ്റൻ മാർവലിനെ കൊണ്ട് പോലും ഗാലറ്റ് ഊരിമാറ്റാൻ സാധിച്ചില്ല. പക്ഷെ ടോണി നേരെ ചെന്ന ഗാലറ്റിൽ പിടിക്കുകയാണ്. ടോണി കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ, ശ്രമിച്ചല്ലേ പറ്റൂ. പക്ഷേ ടോണിക്കും ഒരുപാട് പരിമിതികളുണ്ട്. അധിക നേരം പിടിവലികളൊന്നും നടന്നില്ല. കാരണം ടോണിക്ക് അതിനുള്ള ശക്തിയില്ല. താനോസ് നിമിഷ നേരം കൊണ്ട് ടോണിയെ ദൂരേക്ക് അടിച്ചു തെറിപ്പിച്ചു. ടോണി ദൂരെ പോയി വീണു. ഇനി താനോസിനെ തടയാൻ ആരെക്കൊണ്ടും പറ്റില്ല. അവൻ അവന്റെ കൈ മുകളിലേക്ക് ഉയർത്തി ഇൻഫിനിറ്റി ഗാലറ്റ് വെച്ച് താനോസ് സ്നാപ്പ് ചെയ്തു. പോലും എന്നെ മാറ്റി നിർത്താനാവില്ല. അന്ന് വിധി പോലും വിറച്ചു പോയി. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സ്യൂട്ടണിന്റെ മനുഷ്യൻ. ആ സ്യൂട്ട് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാണ് മിസ്റ്റർ സ്റ്റാർക്ക്? മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യാൻ നിങ്ങളെ കൊണ്ടാവില്ല.